ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും എന്തായി എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ക്യാരറ്റും ബീട്രൂട്ടും നമ്മൾ പാകി വെച്ചിരുന്നതായ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടിനെയും കുറിച്ചുള്ളതായ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരി പാകിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അരി പാകി കിളിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് ആരോഗ്യമില്ലാത്ത രീതിയിലായിരിക്കും അത് വളർന്നു വരുന്നത്. അപ്പോൾ എന്നാലും നമുക്ക് നല്ല കെയർ കൊടുത്താൽ നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഒരു തൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് മണ്ണിൽ പാകിയിട്ട് വിതറി കൊടുത്തിട്ട് അവിടെ തന്നെ നിന്ന് കിളിക്കുന്നതാണ് നല്ലതെന്നും ചിലരൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറിച്ചു മാറ്റുമ്പോൾ ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേരാണല്ലോ ഇത് ക്യാരറ്റായിട്ട് മാറുന്നത്, ക്യാരറ്റും ബീട്രൂട്ടുമായിട്ട് മാറുന്നത്. അപ്പോൾ എന്നാലും നമുക്കിതൊന്ന് കിളിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളിത് പറിച്ചു മാറ്റി നമ്മൾ ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ മണ്ണിനകത്തോട്ടോ നടുന്നതെന്ന് നോക്കാം. അപ്പോൾ മണ്ണിനകത്ത് നിങ്ങൾ നടുകയെന്നുണ്ടെങ്കിൽ, അതായത് തറയിൽ നടുകയെന്നുണ്ടെങ്കിൽ തറയിൽ നല്ലതുപോലെ മണ്ണ് നല്ലതുപോലെ ഇളക്കി മറിച്ചിട്ട് വേണം ഇത് നടാൻ. കാരണം ഇതിൻ്റെ വേര് നല്ലതുപോലെ താഴ്ന്നാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അടിവളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്താലും നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടും കേട്ടോ. കോളിഫ്ലവർ, ക്യാബേജൊക്കെ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ഉണ്ടാവുമെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തണുപ്പുള്ള സ്ഥലത്താണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പം നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ തൈയൊക്കെ പലവട്ടം ചെന്ന് സീഡ് ഷോപ്പിൽ അന്വേഷിച്ചിട്ടും അവിടെ അങ്ങ് നമുക്ക് തൈ കിട്ടുന്നതൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാകി വെച്ചിരിക്കുന്നത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പാകി ഇങ്ങനെ വെച്ചത് കുഞ്ഞ് തൈ എടുത്തിട്ട് നട്ട് കൊണ്ടുവരികയാണ് ഇതിനെ. അപ്പോൾ അത് ഇങ്ങനെ അത്യാവശ്യം കണ്ട് 4 ഇലയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഒരു ഗ്രോ ബാഗിനകത്ത് 3 നട്ടായിരുന്നു. 2 ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയൊക്കെ കൊടുക്കും. രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പോൾ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ മണ്ണിന് നല്ല ഇളക്കം വേണം. കാരണം എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ വേര് അടിക്കോട്ട് പോവുകയുള്ളൂ. ഈ ക്യാരറ്റിൻ്റെ ആയാലും ബീട്രൂട്ടിൻ്റെ ആയാലും ഇതിൻ്റെ വേരാണ് നമുക്ക്, താഴ്വേരാണ് നമുക്ക് ഫലമായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്ലാവിലയും നട്ടു വെച്ചതായിരുന്നു ഇത്. കണ്ടോ, ഒരെണ്ണം വലുതായിട്ടുണ്ട്, 2 ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. കണ്ടോ. അപ്പം നമുക്കതിനെ ഒന്ന് എടുക്കാം. നമുക്ക് അതിനകത്തോട്ട് നടാം. നിങ്ങൾ ഗ്രോ ബാഗ് ഒരുക്കിയ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യക്തമായ രീതിയിൽ അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നതായ ഗ്രോ ബാഗിനകത്തോട്ട് നമുക്കിത് പറിച്ച് നടാം. പിന്നെ വേരിനൊന്നും ഒരു കുഴപ്പവും പറ്റാത്ത രീതി നടാം. പിന്നെ വലിയ ആരോഗ്യമൊന്നും ഇല്ല കേട്ടോ. പൊടിക്കുഞ്ഞുങ്ങളെ നോക്കുന്ന മാതിരി നോക്കിക്കൊണ്ട് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതിനെയും കൂടെ നമുക്ക് ഒഴിച്ചിടാം. ഒരു 3 നമുക്കൊരു ഗ്രോ ബാഗിനകത്ത് നടാം. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും ജീവനില്ല കേട്ടോ ഈ ബീട്രൂട്ടിന്. എന്താണോ എന്തോ, മമ്മി നേരത്തെ പറഞ്ഞ എഴുതി ഇത് തണുപ്പുള്ളിടത്ത് ഊട്ടി, വട്ടവട അങ്ങനത്തെ അടുത്തൊക്കെയാണ് നല്ല വൃത്തിക്ക് പിടിക്കുന്നത്. ക്ലൈമറ്റ് നല്ല രീതിയിൽ മാറ്റർ ചെയ്യും കേട്ടോ ഇതൊക്കെ പിടിക്കുന്നതിന്. ഇപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളും മമ്മിയും അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ടായാലും ഇല്ലേത് അത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ മറ്റുള്ളതൊക്കെ നട്ടുപിടിപ്പിച്ചില്ലേ, അപ്പോൾ ഇത് നമുക്ക് വരും നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഈ പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മൊത്തത്തിൽ ഇഞ്ഞെടുക്കണം. ഇഞ്ഞെടുക്കാം അല്ലേ? കണ്ടോ? അപ്പം നമുക്കതിനെ ഓരോന്നിനെ കൊഴിച്ചെടുക്കാം. ഇതൊരിപ്പോൾ 1 ഏക്കർ നടാനുള്ള ക്യാരറ്റ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നടേണ്ടി വരും. ഒരു ഗ്രോ ബാഗിനകത്ത് 3 4 ഒക്കെ നടാം. എനിക്ക് നമ്മുടെ ക്യാരറ്റിനെ കാണുമ്പോഴേ ചിരിയും വരുന്നത്. എന്തൊരു ആരോഗ്യമുള്ള കൊച്ചുങ്ങളാന്ന് നോക്കി. ഇതിൻ്റെ ഈ വേര് കണ്ടോ, താഴോട്ട് കിടക്കുന്ന വേര് കണ്ടോ. ഇതാണ് നമ്മൾ ക്യാരറ്റായിട്ട് മാറുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഒരു വിരലും കൊണ്ട് നമ്മൾ താഴോട്ടൊരു കുഴിയെടുക്കുക. എന്നിട്ട് അതിനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എവിടം വരെ പോകുമെന്നറിയട്ടെ. നമ്മളെല്ലാം ട്രൈ ചെയ്യണം. മതി അല്ലേ?
അങ്ങനെ നിൽക്കട്ടെ, എന്തോന്ന് നോക്കാം. നമുക്ക് സ്വല്പം വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് നിർത്താം. ഇത് കുറച്ചുകൂടെ വളർന്നു വരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും കൃഷി രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.